PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാകില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രിക അംഗീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയത്. ദേശീയ പാർട്ടി അല്ലാതെ മത്സരിക്കുന്നവരുടെ നാമനിർദ്ദേശ പത്രികയിൽ മണ്ഡലത്തിലെ 10 പേരുടെ ഒപ്പ് വേണമെന്നാണ് ചട്ടം. എന്നാൽ അൻവറിന്റെ പത്രികയിൽ ഒരാളുടെ ഒപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതും ഒരു സെറ്റ് പത്രിക തള്ളാൻ കാരണമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക അംഗീകരിച്ചു. ചിഹ്നം ഏതായാലും തിരിച്ചടിയല്ലെന്നും പിണറായിക്കെതിരെയാണ് പോരാട്ടമെന്നും PV അൻവർ. അവിടെ പിണറായിസത്തിനെതിരെയുള്ള ഏറ്റുമുട്ടലാണ്. പിണറായിസത്തിന് വേണ്ടി ജീവിതം കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പിണറായിസത്തെ ആരാണ് ശക്തമായി എതിർക്കുന്നത്? ആ ശക്തമായി എതിർക്കുന്നവർക്ക് വോട്ട് നൽകാൻ ജനം അവിടെ കാത്തിരിക്കുകയാണ്. ഒന്ന് തെളിഞ്ഞ പിണറായിയാണ്, മറ്റൊന്ന് ഒളിഞ്ഞു നിൽക്കുന്ന പിണറായിസത്തിന്റെ വക്താവാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ആശയക്കുഴപ്പമാണ് പത്രിക തള്ളാൻ കാരണമെന്ന് വിശദീകരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ ദേശീയ നേതൃത്വത്തിന്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും അൻവറിന് പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നും നേതൃത്വം. പത്രിക തള്ളിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്നും തങ്ങളത് കാര്യമാക്കുന്നില്ല എന്നുമാണ് LDF-ന്റെയും UDF-ന്റെയും നിലപാട്. ന്യൂസ് ഡെസ്ക് 24.